എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സ്കിൻ പോളിഷ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. ഇത് നമുക്ക് ഫേസിലും നെക്കിലും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ് ആവാണ്ടിരിക്കുകയുള്ളൂ. കാര്യം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് തൈരാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നിങ്ങൾക്ക് കടയിലുള്ള തൈരും എടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള പുതിയ തൈര് നോക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് റാഗി പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് റാഗി അരച്ചെടുക്കാം. കുതിർത്തിട്ട് ആ ഹോൾ റാഗി ഉണ്ടല്ലോ, കൂരവ്, അത് അരച്ചിട്ടും നിങ്ങൾക്ക് എടുക്കാം കുതിർത്തതിന് ശേഷം. അതല്ലാന്നുണ്ടെങ്കിൽ ഷോപ്സിൽ ഇതുപോലെ റാഗി പൗഡർ അവൈലബിൾ ആണ്, അത് കിട്ടും, അത് വാങ്ങിയാലും മതി. ഇപ്പം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഈ ബൗളിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇതെനിക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. എക്സ്പോസ് ആയിട്ടുള്ള സൺ ടാൻ പറ്റിയിട്ടുള്ള ഡാർക്ക്നെസ് ഉള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടേക്കാണല്ലോ നമുക്ക് കൂടുതലായിട്ട് സൺ എക്സ്പോഷർ ഉള്ളത്, പൊടി അടിക്കുന്നത്. അവിടെയൊക്കെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അവിടെയൊക്കെ ഒരു എക്സ്ട്രാ കെയർ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ്. ഇതോടൊപ്പം നല്ല ഒരു ഹെൽത്തി ഡയറ്റും നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സ്കിൻ കെയറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് സിമ്പിൾ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും. നമുക്ക് ഇന്നർ ഗ്ലോ ഉണ്ടല്ലോ, അതുണ്ടാവും. നല്ല ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, നന്നായിട്ട് സ്കിന്നിനെ കെയർ ചെയ്യുക. ഡാമേജ് ആക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ മിസ് ചെയ്തിട്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. അത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്കിൻ ഡാമേജ് ആവല്ലേ ഉള്ളൂ. സോ അതൊന്നും ചെയ്യരുത്. നമ്മൾ ഇത്രയും കെയർ ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിനെ. ഇപ്പോൾ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമല്ല. നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് തന്നെയല്ലേ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കണം. ഓക്കെ, ഞാനിവിടെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നഖത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമ്മളിത് കഴുകിക്കളയുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങൾ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും മിനിമം ഇടുക. വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസമൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദ ബെസ്റ്റാണ്. പിന്നെ നമുക്കത് മുട്ടിലവിടെ കറുപ്പ് വരില്ലേ, ആ ഒരു ഭാഗത്ത് നമുക്കത് യൂസ് ചെയ്യാം. ഇതൊരു 15 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ വെച്ചതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ചെറിയൊരു സ്ക്രബിങ് കൂടെ ആ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒത്തിരി ഡ്രൈ ആയിട്ട് ഡാർക്ക് ആയിരിക്കുന്ന സ്കിന്നാണെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറ്റി ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിതിൽ തൈര് ആഡ് ചെയ്തിരിക്കുന്നത്, തൈര് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിൽ നല്ല ഒരു നറിഷ്മെൻറ്റ് കൊണ്ടുവരാനും സഹായിക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഗ്ലോ കിട്ടും. ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. റാഗിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രീഷ്യൻസും ഉണ്ട്. അത് നമ്മുടെ സ്കിൻ സെൽസിനെ റെജുവിനേറ്റ് ചെയ്യാനും സ്കിൻ ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് തൈര് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്താൽ മതി. വെള്ളത്തിൽ ഇത് അത്ര കണ്ട് അങ്ങ് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് തൈര് അല്ലെങ്കിൽ പാൽ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു തൈരിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ഇത്രയും സ്കിന്ന് സപ്പിളായിട്ടിരിക്കുന്നത്, ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.